നവരാത്രിക്ക് ഏർപ്പാട് ചെയ്ത ഗർഭയിലേക്ക് പോകാൻ തയ്യാറാവുകയായിരുന്നു. അപ്പോഴാണ് സുധയുടെ ഭർത്താവ് രാകേഷ് റൂമിലേക്ക് വന്ന് എന്തു പറഞ്ഞെന്നാൽ, സുധ, വേഗം പുറപ്പെട്, അല്ലെങ്കിൽ നമ്മൾ ചെന്നെത്താൻ സമയമെടുക്കും. 2 മിനിറ്റ് ഇരിക്കൂ, ഞാൻ ഇപ്പോൾ വരാം. ഇങ്ങനെ പറഞ്ഞിട്ട് സുധ റൂമിൽ നിന്നും പുറത്തേക്ക് വന്നു. റൂമിന് പുറത്തു വന്ന് നോക്കിയപ്പോൾ അവരുടെ മകൾ നടാശ അവളും തയ്യാറായി നിൽക്കുകയായിരുന്നു. അല്ല നടാശ, നീ എന്താ റെഡിയായി നിൽക്കുന്നത്? അമ്മേ, അത് ഞാനും നിങ്ങളുടെ കൂടെ ഗർഭകളി കാണാൻ വരുന്നുണ്ടമ്മേ. നിന്നോട് എത്ര വട്ടം പറയാനാ നടാശ, അതായത് നിന്റെ അനിയത്തി സൗമ്യ പാവം നടക്കാൻ പറ്റാത്തവളാണെന്ന്. നീ ഞങ്ങളോടൊപ്പം ഗർഭകളിക്ക് വന്നാൽ അവൾ പാവം വിഷമിക്കില്ലേ? അപ്പോഴാണ് രാജേഷ് തന്റെ ഭാര്യയോട് പറഞ്ഞത്, സുധ, ഇനി എത്ര കാലത്തേക്കാണ് നീ സൗമ്യനെ വേണ്ടി നട്ടാശനെ കഷ്ടപ്പെടുത്തുകയാണ്? സൗമ്യ ഹാൻഡിക്യാപ്റ്റാണ്, പക്ഷെ നട്ടാശ ഹാൻഡിക്യാപ്റ്റ് അല്ലല്ലോ. അപ്പോൾ സൗമ്യ പാവം തനിച്ചായിരിക്കില്ലേ? ഞാൻ ജോലിക്കാരന്മാരെ കുറച്ച് വീട്ടിലിരിക്കാൻ പറഞ്ഞിട്ടുണ്ട്, അവര് സൗമ്യനെ നന്നായിട്ട് നോക്കും. തന്റെ ഭർത്താവ് പറഞ്ഞത് കേട്ടിട്ട് സുധ സൗമ്യയുടെ റൂമിലേക്ക് പോയി. അവിടെ ചെന്ന് നോക്കിയപ്പോൾ അവളുടെ നടക്കാൻ പറ്റാത്ത മകൾ വിഷമത്തോടുകൂടി മുകളിൽ തുറിച്ചു നോക്കുകയായിരുന്നു. എന്തുപറ്റി സൗമ്യേ, നീ എന്തിനാ കരയുന്നേ? അമ്മേ, ഒരുപക്ഷെ നടക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഞാനും നിങ്ങളോടൊപ്പം ഗർഭകളിക്ക് വരുമായിരുന്നല്ലേ? എനിക്കും ഗർഭ കളിക്കാൻ ഒരുപാട് കൊതിയാകുന്നു അമ്മേ. മോളെ, നവരാത്രിയിലെ ഓരോ ദിവസവും ദേവിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഓരോ കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് ഗർഭ കളിക്കുന്നത്. അതായത് ഇതിനെ നൃത്തമെന്ന് വേണമെങ്കിലും പറയാം. പിന്നെ ശാസ്ത്രങ്ങളിൽ ദേവിയെ സന്തോഷിപ്പിക്കാനായി നൃത്തം കളിക്കുന്നത് ഒരു മാർഗമായി പറയപ്പെടുന്നു. പക്ഷേ മോളെ, ദേവിയെ സന്തോഷിപ്പിക്കാൻ നൃത്തമല്ലാതെ വേറെ ഒരുപാട് വഴികളുണ്ട്. നീ നിന്റെ മനസ്സിൽ ദുർഗാദേവിയെ പൂജിച്ച് നല്ല ഭക്തിയോടെ ഇരിക്കെ. ദേവി ദുർഗ ആരാണോ അവരുടെ മനസ്സിൽ യഥാർത്ഥ ഭക്തി വച്ചിരിക്കുന്നോ അവരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടും. സുധ ഇങ്ങനെ പറഞ്ഞിട്ട് റൂമിൽ നിന്നും പുറത്തേക്ക് വന്നു. സൗമ്യ കരഞ്ഞുകൊണ്ട് എന്തു പറഞ്ഞെന്നാൽ, ദുർഗാദേവി, ഞാൻ നിങ്ങളോട് മനസ്സുകൊണ്ട് കരഞ്ഞു ചോദിക്കുകയാണ്. പിന്നെ നിങ്ങളിൽ ഭക്തിയും വെച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ നൃത്തം കളിച്ച് നിങ്ങളെ സന്തോഷിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നു, അതും ഗർഭ കളിച്ച്. ഞാൻ ജീവിതം മുഴുവൻ ഇങ്ങനെ തന്നെ കിടപ്പിലായിരിക്കുമോ? ഒരിക്കലും എനിക്ക് ഗർഭ കളിക്കാനാകില്ലേ? സൗമ്യ ദേവി ദുർഗയോട് സംസാരിച്ചുകൊണ്ട് എപ്പോൾ ഉറങ്ങിയെന്ന് അവൾക്ക് തന്നെ അറിയില്ല. അടുത്ത ദിവസം രാവിലെ സൗമ്യ ഉണർന്നപ്പോൾ അവിടേക്ക് അവളുടെ അഹങ്കാരിയായ ചേച്ചി നടാശ വന്നു. സൗമ്യേ, ഇന്നലെ രാത്രി ഞങ്ങൾ ഒരുപാട് സന്തോഷിച്ചു. ഗർഭ കളിക്കുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. സൗമ്യ വളരെ നിഷ്കളങ്കമായി നടാശയോട് എന്തു പറഞ്ഞെന്നാൽ, ചേച്ചി, ഗർഭ സന്തോഷത്തിനു വേണ്ടി കളിക്കുന്നതല്ല, ദേവി ദുർഗയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി കളിക്കുന്ന നൃത്തമാണത്. ഇത് കേട്ടതും നടാശ, ഞാൻ നല്ല ഫിറ്റാണ്, ഞാൻ നല്ല സുന്ദരിയാണെന്ന അഹങ്കാരത്തോടെ ഉള്ളവൾ ദേഷ്യത്തോടെ തന്റെ അനിയത്തി സൗമ്യയോട് എന്തു പറഞ്ഞെന്നാൽ, ഗർഭ സന്തോഷത്തിനു വേണ്ടി കളിക്കുന്നതാണോ അല്ലെങ്കിൽ ദേവിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി കളിക്കുന്നതാണോന്ന് നീ എന്നോട് പറയണ്ട. നേരെന്താണെന്നാൽ നിന്നെ കൊണ്ട് ഗർഭ കളിക്കാൻ പറ്റില്ല. കാരണം നിനക്ക് കാലില്ല. അല്ല, നടക്കാൻ തന്നെ നിനക്കൊരു വടിയുടെ ആവശ്യമുണ്ട്. മാത്രമല്ല, നിന്നെ പോലെ കാലില്ലാത്ത ഒരു പെണ്ണിനെ ഒരിക്കലും ദേവിയുടെ സാന്നിധ്യം ഉണ്ടാവില്ല. അപ്പോഴാണ് അവിടേക്ക് സുധ വന്നത്. മതി നടാശ, സൗമ്യക്ക് ഇങ്ങനെ ഒരു കുറവുണ്ടെങ്കിൽ അതിൽ അവളുടെ തെറ്റൊന്നും തന്നെ ഇല്ല. എന്ത് ചേച്ചിയാണ് നീ? സ്വന്തം അനിയത്തിയെ ഇത്രയും നാണം കെടുത്തുന്നു നീ. ഞാൻ നാണം കെടുത്തിയൊന്നും അല്ല, ഞാൻ പറഞ്ഞത് നേരാണ്. ഇങ്ങനെ പറഞ്ഞിട്ട് നടാശ അവിടെ നിന്നും വളരെ ദേഷ്യത്തോടെ പുറത്തേക്ക് പോയി. വർഷങ്ങൾ അങ്ങനെ കടന്നുപോയി. ഒരു ദിവസം സുധ തന്റെ ഭർത്താവ് രാജേഷിനോട് വിഷമത്തോടെ എന്തു പറഞ്ഞെന്നാൽ, നമ്മുടെ 2 മക്കളും കല്യാണത്തിന് തയ്യാറായി കഴിഞ്ഞു. പക്ഷെ എനിക്ക് സൗമ്യ ആലോചിച്ച് വിഷമം തോന്നുന്നു. നിനക്ക് മാത്രമല്ല, സൗമ്യനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് വിഷമമുണ്ട്. പക്ഷെ സൗമ്യ എങ്ങനെ ഇരിക്കുന്ന കൊണ്ട് നമുക്ക് നടാശനെ വിടാൻ പറ്റില്ലല്ലോ. രാകേഷ് നടാശയുമായുള്ള ബന്ധം രാഹുൽ എന്ന പേരുള്ള ഒരു ഭംഗിയുള്ള ചെറുക്കനുമായി ഒപ്പിച്ചു. അവരുടെ എൻഗേജ്മെന്റ് ഒരു വലിയ 5 സ്റ്റാർ ഹോട്ടലിൽ നടത്തി. സുധ റെഡിയായി സൗമ്യയുടെ റൂമിലേക്ക് വന്നപ്പോൾ, എന്താ ഇത് സൗമ്യേ, നീ ഇനിയും റെഡിയായില്ലേ? ഇല്ല അമ്മേ, ഞാൻ വരുന്നില്ല. സൗമ്യേ, നിന്റെ ചേച്ചിയുടെ എൻഗേജ്മെന്റ് ആണ് മോളെ. ഒരുപക്ഷെ ഞാൻ ഈ എൻഗേജ്മെന്റിന് വന്നില്ലെങ്കിൽ ഇത് നടക്കാതെ പോകില്ലല്ലോ അമ്മേ. അല്ലെങ്കിലും ചേച്ചിക്ക് എന്നെ ഇഷ്ടമല്ല. വീണ്ടും ഈ എൻഗേജ്മെന്റിന് ഞാൻ വന്ന് ചേച്ചിയെ നാണം കെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. മനസ്സിലായി. നടാശ വന്ന് നിന്നോട് എന്തൊക്കെയോ സംസാരിച്ചു അല്ലേ? അവർ പറഞ്ഞതിൽ എന്താണമ്മേ തെറ്റ്? ചേച്ചി എപ്പോഴും എല്ലാം ശരിയാണ് പറയുന്നത്. അവരെന്നെ മൊണ്ടിയെന്നു പറഞ്ഞാൽ അതുകൊണ്ടെന്താ? ഞാൻ മൊണ്ടിയല്ലേ? നിങ്ങൾ പോയിക്കോ അമ്മേ, ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം. സുധ സൗമ്യയ്ക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. പക്ഷേ സൗമ്യ പോയില്ല. സമയം അങ്ങനെ കടന്നുപോയി. പിന്നെ സൗമ്യയുടെ ജീവിതത്തിൽ
21ാമത്തെ ദിവസം നവരാത്രി എത്തി. ഒരു ദിവസം പെട്ടെന്ന് നടാശയെ കാണാൻ രാഹുൽ സൗമ്യയുടെ വീട്ടിലേക്ക് വന്നു. എന്നിട്ട് സൗമ്യയുടെ അച്ഛനോട് പറഞ്ഞു, എന്റെ കോളനിയിലുള്ളവര് ഒരു ഡാൻസ് കോമ്പറ്റീഷൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. എന്റെ അമ്മ എന്താ ആലോചിക്കുന്ന വെച്ചാ ഞാനും നടാശയും ആ കോമ്പറ്റീഷനിൽ പങ്കെടുക്കണമെന്നാണ്. രാഹുൽ പറഞ്ഞത് കേട്ടിട്ട് രാകേഷ് ചിരിച്ചുകൊണ്ട് എന്തു പറഞ്ഞെന്നാൽ, ഷെടാ, ഇത് നേരെ തന്നെ കാര്യങ്ങൾ പറയാലോ. നീ നിന്നെ കെട്ടാൻ പോണ ഭാര്യയോടൊപ്പം ഡാൻസ് കളിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അതിലെനിക്ക് ഒരു പ്രശ്നവുമില്ല. ഈ മൊബൈൽ കാലത്തില് നീ നിന്റെ ഭാര്യയോടൊപ്പം ഡാൻസ് കളിക്കാനായിട്ട് എന്നോട് അനുവാദം ചോദിക്കാൻ വന്നിരിക്കുന്നല്ലോ. എന്നെ ഉദ്ദേശിച്ചോളം ഇതെന്നെ വലിയ കാര്യമാണ്. ഇങ്ങനെ പറഞ്ഞിട്ട് രാകേഷ് അവിടെ നിന്നും പോയി. അപ്പോഴാണ് പെട്ടെന്ന് രാഹുലിന്റെ ശ്രദ്ധയിൽ ദൂരെ നിൽക്കുന്ന സൗമ്യയെ കണ്ടത്. രാഹുൽ അവിടെ നിന്നും പതുക്കെ പതുക്കെ നടന്ന് സൗമ്യയുടെ അടുത്ത് ചെന്നെത്തി. അപ്പോഴാണ് അവൻ കല്യാണം കഴിക്കുന്ന പെണ്ണ് നടാശ അവിടെ എത്തിയത്. ഇവൾ എന്റെ അനിയത്തിയാണ്. പാവം, ഇവളൊരു മൊണ്ടിയാണ്. അതുകൊണ്ട് എപ്പോഴും ഒരേ സ്ഥലത്തിരിക്കും. നിനക്കൊരു അനിയത്തി ഉണ്ടെന്ന് എന്റെ അടുത്ത് ഒന്നും പറഞ്ഞില്ലല്ലോ. അല്ല, അത് പറയേണ്ട ആവശ്യം എന്താ? ആവശ്യമുണ്ട്. നിനക്കൊരു അനിയത്തി ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞിരിക്കുന്നല്ലോ. ഇങ്ങനെ പറഞ്ഞിട്ട് രാഹുൽ സൗമ്യയോട് എന്തു പറഞ്ഞെന്നാൽ, വാ സൗമ്യ, നീ ഞങ്ങളോടൊപ്പം ആ പ്രോഗ്രാമിലേക്ക് വാ. ഇത് കേട്ടിട്ട് സൗമ്യ ആകെ സ്തംഭിച്ചു പോയി. ഇല്ല ചേട്ടാ, എനിക്ക് വരാനാകില്ല. നിങ്ങളെന്നെ കണ്ടില്ലേ, ഞാനൊരു മൊണ്ടിയാണ്. എന്തിനാ ഞാൻ അവിടെ വന്ന് നാണം കെടാനോ? അങ്ങനെയൊന്നും പറയാൻ പാടില്ല നടാശ. സൗമ്യ, നിനക്ക് ഡാൻസ് കളിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. നീ ഒരു സ്ഥലത്ത് തന്നെ ഇരുന്നുകൊണ്ട് ആ ഫംഗ്ഷൻ കാണാൻ പറ്റുമല്ലോ. സൗമ്യ നല്ല രീതിയിൽ പറ്റില്ലാന്ന് പറഞ്ഞു. പക്ഷേ രാഹുൽ അതിന് സമ്മതിച്ചില്ല. പിന്നെ വേറെ വഴിയില്ലാതെ രാഹുൽ പിന്നെ അവളുടെ ചേച്ചി നടാശയോടൊപ്പം ഗർബ ഫെസ്റ്റിവലിന് ചെന്നു. പിന്നെ അവിടെ ഇരുന്നു കൊണ്ട് എല്ലാരും ഗർബ കളിക്കുന്നത് വളരെ സന്തോഷത്തോടെ കണ്ടുകൊണ്ടിരുന്നു. അപ്പോഴാണ് അവിടെ നിന്നും ഒരു ഭംഗിയുള്ള സ്ത്രീ വന്ന് സൗമ്യയോട് എന്തു പറഞ്ഞെന്നാൽ, നീ ഇവിടെ ഇരുന്നു കൊണ്ട് എന്തു നോക്കുകയാണ് മോളെ? വാ, വന്ന് ഗർബ കളിക്ക്. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? നിങ്ങൾ കാണുന്നില്ലേ, എനിക്ക് നടക്കാനാവില്ല. പിന്നെ ഞാൻ എങ്ങനെ ഗർബ കളിക്കാനാണ്? ആരാണ് പറഞ്ഞത് നീ മൊണ്ടിയാണെന്ന്? മറ്റുള്ളവരെ ആരാണോ കളിയാക്കുന്നത് അവരാണ് യഥാർത്ഥത്തിൽ കുറവുള്ളവർ. എണീക്ക്. ഇങ്ങനെ പറഞ്ഞിട്ട് ആ ഭംഗിയുള്ള സ്ത്രീ സൗമ്യയെ എണീപ്പിച്ചു. സൗമ്യയുടെ സന്തോഷത്തിന് അതിരുകളില്ലായിരുന്നു. അവൾ അവളെ നോക്കി. അവളുടെ 2 കാലും വളരെ നന്നായിരുന്നു. കണ്ടോ, ഇത് നിന്റെ മനസ്സിൽ തോന്നിയതാണ്. അതായത് നീ ഒരു മൊണ്ടിയെന്ന്. വാ, നീ എന്റെ കൂടെ ഗർബ കളിക്ക്. സൗമ്യ വളരെ സന്തോഷത്തോടെ ആ സ്ത്രീയോടൊപ്പം ഗർബ കളിക്കാൻ തുടങ്ങി. അവിടെ ഗർബ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ആ സ്ത്രീ കാണാതെയായി. ആ ലേഡി പോയതും തന്നെ സൗമ്യയ്ക്ക് വീണ്ടും നടക്കുന്നതിലും കളിക്കുന്നതിലും പ്രശ്നം വന്നു. എന്നിട്ട് അവൾ അവിടെ തന്നെ വീണുപോയി. അവൾ വീണതും തന്നെ അവിടേക്ക് രാഹുലും നടാശയും വന്നു. സൗമ്യ, വടിയില്ലാതെ നീ എങ്ങനെയാ ഇത്രയും ദൂരം വന്നത്? സൗമ്യ നടാശ ചോദിച്ചതിന് ഒരു മറുപടിയും പറഞ്ഞില്ല. കുറച്ചു സമയത്തിന് ശേഷം സൗമ്യ തന്റെ വീട്ടിലേക്ക് എത്തി. അടുത്ത ദിവസം രാഹുൽ സൗമ്യയെ വീണ്ടും ആ ഗർബ കളിക്ക് കൊണ്ടുപോയി. സൗമ്യ ഒരു സ്ഥലത്ത് ഇരിക്കുകയായിരുന്നു. വീണ്ടും ആ ഭംഗിയുള്ള സ്ത്രീ അവിടേക്ക് വന്നു. അല്ല, നീ ഇന്നും ഇവിടെ ഇരിക്കാണോ? വരൂ, വന്ന് എന്റെ കൂടെ കളിക്കേ. ഇന്നലെ എന്റെ കൂടെ നിങ്ങൾ ഗർബ കളിച്ചു കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് നിങ്ങൾ എവിടേക്കാ പോയത്? നിനക്കത് തോന്നിയതായിരിക്കും. ഇല്ല, എനിക്ക് തോന്നിയതൊന്നുമല്ല. നിങ്ങൾ മാഞ്ഞു പോയതിനു ശേഷം എനിക്കത് വിശ്വസിക്കാനേ ആയില്ല. എന്നാൽ നീ എണീറ്റ് നിന്നത്, എന്റെ കൂടെ ഗർബ കളിച്ചത്, ഇതൊക്കെ നിനക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞോ? ഇങ്ങനെ പറഞ്ഞിട്ട് ആ ഭംഗിയുള്ള സ്ത്രീ വീണ്ടും സൗമ്യയെ എണീപ്പിട്ട് നിർത്തി. സൗമ്യ നോക്കിയപ്പോൾ അവളുടെ കാലുകൾ നല്ല രീതിയിൽ ഇരിക്കുകയായിരുന്നു. കണ്ടോ, ഇന്നലെ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഇത് നിന്റെ തോന്നലാണെന്ന്. ഒരു കാര്യം ഓർമ്മയിരിക്കട്ടെ, നീ നിന്റെ മനസ്സിൽ നിന്നും ഒരു കാര്യം വലിച്ചെറിഞ്ഞേക്ക്. അതായത് നീ ഒരു മൊണ്ടിയാണെന്ന്. പിന്നെ നീ ഒരിക്കലും മൊണ്ടിയാകില്ല. വാ, ഗർബ കളിക്കാം. സൗമ്യ വീണ്ടും എല്ലാം മറന്നിട്ട് ആ ഭംഗിയുള്ള സ്ത്രീയോടൊപ്പം ഗർബ കളിക്കായിരുന്നു. കുറച്ചു സമയത്തിനകം ആ ഭംഗിയുള്ള സ്ത്രീ അവിടെ നിന്നും മാഞ്ഞുപോയി. അപ്പോഴാണ് അവിടേക്ക് നടാശ രാഹുലിനോടൊപ്പം വന്നത്. സൗമ്യേ, നീ എങ്ങനെയാണ് എണീറ്റ് നിന്നത്? നടാശ പറഞ്ഞത് കേട്ടിട്ട് സൗമ്യ ആകെ അതിശയിച്ചു പോയി. സൗമ്യ വീണ്ടും താഴെ വീണു. നടാശ അവളോട് ചോദിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ സൗമ്യ നടാശ ചോദിച്ചതിന് ഒരു മറുപടിയും പറഞ്ഞില്ല. സൗമ്യ തന്റെ വീട്ടിലേക്ക് വന്നു. അടുത്ത ദിവസം സൗമ്യ വീണ്ടും അവിടേക്ക് പോയി. ആ ഭംഗിയുള്ള സ്ത്രീക്ക് വേണ്ടി അവൾ കാത്തിരുന്നു. പക്ഷെ ആ ഭംഗിയുള്ള സ്ത്രീ അവിടെ വന്നില്ല. നവരാത്രിയുടെ ആ 9ാമത്തെ ദിവസം സൗമ്യ ആ പെണ്ണിനെ കുറിച്ച് ഒരുപാട് ആലോചിച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് തന്നോട് തന്നെ പറഞ്ഞു, ആ ഭംഗിയുള്ള സ്ത്രീ പറഞ്ഞു, എതുവരെ എനിക്ക് ആ തോന്നലുണ്ടോ, അതായത് ഞാനൊരു മൊണ്ടിയാണെന്ന്, അതുവരെ ഞാനൊരു മൊണ്ടിയായിരിക്കും. അതിനർത്ഥം ഞാൻ എന്റെ മനസ്സിൽ വിശ്വാസം കൊണ്ടുവരണം, അതായത് ഞാൻ മൊണ്ടിയല്ല എന്ന്. ഇങ്ങനെ പറഞ്ഞിട്ട് സൗമ്യ വളരെ ആഴമായി ചിന്തിച്ചു, അതായത് താനൊരു മൊണ്ടിയല്ല എന്ന്. പിന്നെ ഇത് ചിന്തിച്ചുകൊണ്ട് സൗമ്യ യഥാർത്ഥത്തിൽ അതിശയിച്ചു പോയി. അതായത് അവളുടെ കാലുകൾക്ക് ഒരു കുറവുമില്ല.
അവൾ വളരെ സന്തോഷത്തോടെ ഗർഭ കളിക്കുകയായിരുന്നു. അപ്പോഴാണ് അവിടേക്ക് രാഹുലും നടാശയും വന്നത്. സൗമ്യ, നീ ഗുണം പ്രാപിച്ചു. ഈ അതിശയം എങ്ങനെയാണ് നടന്നത്? പറയണമെങ്കിൽ എനിക്ക് ഒരു കുറവുമില്ലായിരുന്നു. ഞാൻ ഇനി മുതൽ ആ ദൈവത്തെ എന്റെ കൈ കൊണ്ട് പൂജിക്കും. അടുത്ത ദിവസം സൗമ്യ തന്റെ കുടുംബത്തോടൊപ്പം പൂജ ചെയ്യാൻ വേണ്ടി ദേവി ദുർഗയുടെ ശില്പത്തിൽ തൊട്ടു. അപ്പോൾ പെട്ടെന്ന് വർണ്ണങ്ങൾ നിറഞ്ഞ പ്രകാശത്തോടുകൂടി ദേവി ദുർഗ അവിടെ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടു. ഇത് കണ്ടിട്ട് സൗമ്യ, രാഹുൽ, നടാശ, സുധ പിന്നെ രാജേഷ് വളരെ ആശ്ചര്യത്തോടെ നോക്കി. ദേവി ദുർഗ സൗമ്യയെ നോക്കി ചിരിച്ചുകൊണ്ട് എന്തു പറഞ്ഞെന്നാൽ, നീ ഗർഭനൃത്തം കളിക്കണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചു അല്ലേ? നീ മനസ്സിൽ കരുതിയത് എനിക്ക് നന്നായിട്ട് അറിയാം. നൃത്തത്തിലൂടെ മാത്രമേ എന്നെ സന്തോഷിപ്പിക്കണമെന്ന് നീ കരുതി. ഇപ്പോൾ കണ്ടോ, നിന്റെ മനസ്സിലുള്ള ആ യഥാർത്ഥ ഭക്തി കണ്ട് ഞാൻ നിന്നോടൊപ്പം കൂടിച്ചേർന്ന് ഗർഭ കളിക്കാൻ നേരിട്ട് വന്നു. ഇത് കേട്ടിട്ട് അതിശയത്തോടെ സൗമ്യ ചോദിച്ചു, എന്നുവെച്ചാൽ എന്റെ കൂടെ ഭംഗിയുള്ള ഒരു സ്ത്രീ ഗർഭ കളിക്കാൻ വന്നില്ലേ? അത് നിങ്ങളാണോ? അതേ സൗമ്യ, അത് ഞാനാണ്. ഞാൻ എന്റെ ഭക്തന്മാരെ ഒരിക്കലും പറ്റിക്കാറില്ല. ഇനി നീ നടക്കാൻ ഒരിക്കലും നിനക്കൊരു വടിയുടെ ആവശ്യമുണ്ടാകില്ല. ഇങ്ങനെ പറഞ്ഞിട്ട് ദേവി ദുർഗ വർണ്ണങ്ങൾ നിറഞ്ഞ പ്രകാശത്തോടൊപ്പം വീണ്ടും ശില്പമായി മാറി.